السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, പരിശുദ്ധ ശഅബാൻ മാസത്തിൽ നടന്ന മഹാത്ഭുതകരമായ ചില സംഭവങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ സമയത്തിൽ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ശഅബാൻ മാസത്തിലാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ മുഅ്ജിസത്തായ ചന്ദ്രൻ പിളർപ്പിക്കുക എന്നുള്ള മഹാത്ഭുതകരമായ സംഭവം നടന്നത് ഈ ശഅബാൻ മാസത്തിലാണ്. ഖദ് ഇഖ്തറബത്തി സ്സാഅതു വൻശഖൽ ഖമർ, പരിശുദ്ധ ഖുർആൻ ആ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2, സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ഞാനും എൻ്റെ മലക്കുകളും ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലണേ എന്നുള്ള വളരെ സവിശേഷമായ കൽപ്പന ഈ ആയത്ത് ഇറങ്ങിയതും പരിശുദ്ധ ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട മക്ക ഷരീഫിനുള്ള കഅബ ഖിബ്ലയായിട്ട് തിരിഞ്ഞ് നിസ്കരിച്ചോളി നബിയെ എന്നുള്ള കൽപ്പന സൂറത്തുൽ ബഖറ 144-ാം ആയത്ത്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം وحيثما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. പരിശുദ്ധ കഅബ ഷരീഫിനെ തിരിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഖിബ്ലയായി അള്ളാഹിൻ്റെ ഹബീബിന് വലിയ താല്പര്യമായിരുന്നു പരിശുദ്ധ കഅബ ഷരീഫിനെ തിരിഞ്ഞ് നിസ്കരിക്കാൻ. അതിൻ്റെ മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു 17 മാസവും 3 ദിവസവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത്. ഒരു ദിവസം ചൊവ്വാഴ്ച ദിവസം ശഅബാൻ 15-ന് ളുഹർ നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞ് പിന്നെ എണീക്കുമ്പോഴാണ് ഈ പരിശുദ്ധ ആയത്ത് ഇറങ്ങുന്നത്. നബിയെ, നിങ്ങളെ താല്പര്യമനുസരിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഖിബ്ല കഅബയായി നിങ്ങൾ തിരിഞ്ഞോളി നബിയെ എന്നുള്ള കൽപ്പന വന്നത്. ആ ഖിബ്ലയിലേക്കാണല്ലോ തിരിഞ്ഞ് നിസ്കരിക്കുന്നത്, ഖിബ്ലയിലേക്ക് അഭിമുഖീകരിച്ചാണല്ലോ വുളു എടുക്കലും സുന്നത്തുള്ളത്, ഖിബ്ലയിലേക്ക് അഭിമുഖീകരിച്ചാണല്ലോ കിടക്കേണ്ടതും. എത്രത്തോളം എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ പോലും മറമാടുന്നത് ഖിബ്ലയിലേക്ക് അഭിമുഖീകരിച്ചും കൊണ്ടാണല്ലോ. ഇങ്ങനെ ഒരു മഹാത്ഭുതകരമായ ഒരു കൽപ്പന, അതിൻ്റെ തുടക്കം ശഅബാൻ 15-നായിരുന്നു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു 2-ാം വാള്യം 150-ാം പേജിൽ ഈ വിഷയം വിവരിക്കുകയാണ്. അതുപോലെ തന്നെ ഇമാം നവവി തങ്ങൾ തൻ്റെ റൗളയിൽ പറയുന്നത് കാണാം, ഇന്ന തഹ്വീല കാന ഫീ നിസ്ഫി ശഅബാൻ, കഅബ ഷരീഫിലേക്ക് ഖിബ്ലയായി തെറ്റിച്ചത് ശഅബാൻ മാസത്തിൻ്റെ 15-ാം ദിവസത്തിലായിരുന്നു. അതുപോലെ തന്നെ 4-ാമത്തെ കാര്യം, ശഅബാൻ മാസത്തിലാണ് മനുഷ്യൻ്റെ അമലുകളൊക്കെ ഉയർത്തുന്നത്. ബഹുമാനപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജ് 3-ാം വാള്യം 453-ാം പേജിൽ കാണാം. ബഹുമാനപ്പെട്ട തർഗീബ് തർഹീബിൽ കാണാം, എല്ലാ ദിവസവും മനുഷ്യൻ ചെയ്യുന്ന അമലുകളൊക്കെയും ആകാശത്തേക്ക് ഉയർത്തപ്പെടുമെന്നും, അതുപോലെ തന്നെ ആഴ്ചയിൽ ചെയ്യുന്ന അമലുകളും ഉയർത്തുന്നതും കൊല്ലത്തിൽ ചെയ്യുന്ന അമലുകളും ഉയർത്തുന്നതും ആ കൊല്ലത്തിൽ ഉയർത്തുന്ന ദിവസം ശഅബാൻ 15-ാം രാവിനാണ്. അതുപോലെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് നോൻപ് വളരെയധികം ശ്രദ്ധിച്ച ദിവസവും ശഅബാൻ മാസത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ശഅബാൻ മാസത്തിൽ നോൻപ് നോക്കുക എന്നുള്ളത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു, വളരെയധികം ശ്രദ്ധിച്ചിരുന്നു നോൻപ് നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ സവിശേഷമായ ലൈലത്തുൽ ബറാ എന്നുള്ള പുണ്യം നിറഞ്ഞ ബറാത്ത് രാവുള്ളതും പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. ഇങ്ങനെ നിരവധി പുണ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ഒരുപാട് പരിശുദ്ധമാക്കപ്പെട്ട വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ഒരുപാട് അനുഗ്രഹീതമായ സംഭവങ്ങൾ നടന്ന ഒരു മാസവും കൂടിയാണ് പരിശുദ്ധ ശഅബാൻ. ഇൻഷാ അല്ലാഹ് ശഅബാൻ മാസത്തിൻ്റെ 15-ാം രാവ് ബറാത്ത് രാവിൻ എന്ത് ചെയ്യണമെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ അടുത്ത ക്ലിപ്പിൽ ഇൻഷാ അല്ലാഹ് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.